ഞാൻ ഭരതനല്ല, ഞാൻ പീരുമേടിൻ്റെ മകനാണ്, ഇടുക്കിയുടെ പുത്രനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ സലീംകുമാർ പറഞ്ഞു. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പാമ്പനാർ. തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നാൾ മുതൽ താൻ ഭരതനാണ് എന്നും പീരുമേടുകാരനല്ല എന്നുമുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം പാമ്പനാറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇടുക്കിയുടെ മണ്ടിത്തട്ടിൽ ജനിച്ചു വളർന്ന ഇടുക്കിക്കാരനാണ് താനെന്നും കഴിഞ്ഞ 45 വർഷക്കാലത്തെ സംക്ഷിപ്തമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പീരുമേട്ടിലും പ്രവർത്തനത്തിൽ എത്തിയിട്ടുണ്ട് എന്നും വാഴൂർ സോമൻ്റെ അഭാവത്തിൽ പീരുമേടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയുടെ മണ്ണിൽ ജനിച്ച പുത്രനാണ്, ഇടുക്കിയുടെ മണ്ണിന്റെ മണമുള്ളയാളാണ്. ഞാൻ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചയാളല്ല, ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചയാളാണ്. ഒരു പീഡിക തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചയാളാണ്. ആ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി AITUസിന്റെ പ്രവർത്തകനായി. ആദ്യമായി ഞാൻ സംഘടിപ്പിച്ച തൊഴിലാളിയുടെ പേര് മുനിസിപ്പൽ ശുചീകരണ തൊഴിലാളി, തൊഴിലാളികളാണ്. അവരുടെ കൂടെ നടക്കുമ്പോൾ, അവരുടെ കൂടെ ചായ കുടിക്കുമ്പോൾ, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കടയിലും എന്നെ കൈ ചെയ്ത് എനിക്ക് ഭക്ഷണം തന്നിട്ടില്ല. എന്റെ കൂടെ നടന്ന സഖാക്കൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. കാരണം അഴുക്ക് ചാരി ജീവിതം കളയുന്ന തൊഴിലാളിയോടൊപ്പം ജീവിച്ചവന്റെ പേരാ സലീംകുമാർ. അവിടെ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും എല്ലാം കൂടെ ജീവിച്ച് അവരുടെ കൂടെ അന്തി ഉറങ്ങി ഇവിടം വരെ ഞാൻ എത്തിയെങ്കിൽ എന്നെ എല്ലാവരും സ്നേഹിച്ചതുകൊണ്ടാണ്. എല്ലാവരും സ്നേഹിച്ച് ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കൺവീനറായി, ഇന്ന് പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി എങ്കിൽ അവരോടൊപ്പം എല്ലാവരോടുമൊപ്പം ഞാൻ ജീവിച്ചത് കൊണ്ടാണ്. ഇത് കാണാൻ അർഹതയുള്ള എന്റെ മാതാപിതാക്കളില്ല. അതാണ് നിങ്ങൾ അറിയേണ്ടത്. ആ സന്തോഷം അറിയേണ്ടത് അവരാണ്. എന്റെ ഉയർച്ച കാണാൻ അവരില്ല. എന്റെ ഭാര്യ അർബുദ രോഗത്തെ തുടർന്ന് മരിച്ചു. പക്ഷെ ഞാൻ പറയാൻ കാരണം എന്താ, അങ്ങനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയുന്ന ഒരാളല്ല എന്ന് പറയാനാണ്. 42 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് ആ 42 വർഷവും സംശുദ്ധമായ തുറന്ന കൈയോടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 ദിവസത്തിലൂടെയുണ്ട്. വിവാഹം അയച്ചിരിക്കുന്നത് തൊട്ടടുത്താണ്. ഒറ്റയ്ക്കാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനിപ്പോൾ ഇടുക്കിയുടെ പുത്രൻ മാത്രമല്ല, പീരുമേടിന്റെ മകനാണ് എന്ന കാര്യം ഞാൻ പറയുക. ഊണിലും ഉറക്കത്തിലും ഒപ്പമുണ്ടാകും. നിങ്ങളിൽ ഒരു അനിയനായി, ജ്യേഷ്ഠനായി, സഹോദരനായി, മാതാപിതാക്കൾക്ക് ഒരു മകനായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഞാനൊരു വരത്തനൊന്നുമല്ല. അത് ഞാൻ ഈ കൂടെ തുറന്നു പറഞ്ഞതാണ്. അത് ഞാൻ പറയാതെ പോകാൻ പാടില്ല എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു വാക്ക് മാത്രമേ നിങ്ങളോട് പറയുവാനുള്ളൂ. LDFിൻ്റെ ഇടുക്കിയുടെ കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വന്ന തനിക്ക് പീരുമേട് മണ്ഡലത്തെ സംബന്ധിച്ച് പൂർണ്ണമായ ധാരണയും മണ്ഡലത്തിലെ ആളല്ല എന്ന ആക്ഷേപമെല്ലാം പീരുമേട് നിവാസികൾ നിഷ്കരണം തള്ളിക്കളയുമെന്നും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.